ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പോളിസ്റ്റ് ഗോയിങ് ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് പ്ലീസ്. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്തില്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പും സ്കിൻ കൺസേണും അനുസരിച്ചുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഞാൻ അടുത്തേക്കുന്ന നേച്ചേഴ്സിൻ്റെ ഒരു പപ്പായ ഫേസ് വാഷാണ്. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ, ആൻഡ് അടിപൊളിയാണ്. അതിനുശേഷം മോയ്സ്ചറൈസർ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ നിങ്ങളുടെ സ്കിൻ കൺസേണും സ്കിൻ ടൈപ്പും അനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക. ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല്, ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. പിന്നെ മോയ്സ്ചറൈസറിന് ശേഷം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയതാണ്. പിന്നെ ഒരു പ്രൈമർ, നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യാം. അത് നമ്മുടെ പോഴ്സിനൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുന്നതായിട്ടൊരു ഫീൽ കൊണ്ടുവരും. നിങ്ങൾക്ക് ക്രീമോ ജെല്ലോ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഒരു കൺസീലറാണ്. കൺസീലർ എല്ലാവർക്കും ഒന്നും ഇടാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതൊന്ന് ഹൈഡ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസീലർ യൂസ് ചെയ്യാം. ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു കൺസീലറാണ്. ഇത് ഡെയിലി ബേസിസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു കൺസീലറാണ്. ബിക്കോസ് ഇത് ഭയങ്കര ഹൈ കവറേജ് അല്ല, അതൊരു മീഡിയം കവറേജാണ്. ഇപ്പം നിങ്ങൾക്ക് ഹൈ കവറേജ് വേണം എന്നുണ്ടെങ്കിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ആൻഡ് ഓൾസോ ഇങ്ങനെ കയ്യുമ്മ എടുത്തിട്ട് ഒരു സ്പഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല, ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾക്ക് എവിടെയാണോ കൺസീൽ ചെയ്യേണ്ടത് അവിടേക്ക് കൺസീൽ ചെയ്ത ശേഷം പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക. ഏതൊരു പൗഡർ, കോമ്പാക്റ്റോ ട്രാൻസ്ലൂസൻറ്റോ ഏത് വേണോ എടുക്കാം. ഈ പൗഡർ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ കൺസീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ യൂഷ്വലി ഈ ത്രെഡിങ് ഒന്നും ചെയ്യാറില്ല. ഞാൻ മറ്റേ ഫേഷ്യൽ റേസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക ചെയ്യുന്നത്. എനിക്ക് ത്രെഡിങ് ഇഷ്ടമല്ല ചെയ്യുന്നത്. എൻ്റെ ഐബ്രോസിൽ എനിക്ക് ത്രെഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ സുറുമയാണ് എടുക്കുന്നത്. എനിക്ക് എൻ്റെ ഐബ്രോസ് നാച്ചുറലായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. സോ ഞാൻ ഈ മസ്കാര എടുത്തിട്ട് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് എനിക്ക് എത്ര തിക്നെസ് വേണോ അത്ര ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അടുത്തത് ഐ മേക്കപ്പാണ്. എൻ്റെ കണ്ണ് ഒരു ടൈപ്പ് ഓഫ് ഒരു ഇച്ചിരി ഹൂഡഡ് ആയതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ ഐലിഡ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐലിഡ്സ് എൻ്റെ ഐലിഡ്സ് പോലെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഐ ഷാഡോ എടുത്തിട്ട് ഇങ്ങനെ സർക്കിൾ മോഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ഓൾസോ നമ്മൾ ആ സെയിം ഐ ഷാഡോ എടുത്ത് കണ്ണിൻ്റെ താഴെ, അതായത് കണ്ണിൻ്റെ താഴത്തെ പീലിയുടെ തൊട്ട് താഴെയായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അതിനുശേഷം ഐലൈനറാണ്. ഞാൻ എടുത്തേക്കുന്ന LITയുടെ ഐലൈനറാണ്. ഇത് അടിപൊളിയാണ്, ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ്. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ എൻ്റെ ക്ലിപ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ബ്ലഷാണ്. എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ബ്ലഷ് എന്ന് പറയുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ആണ്. ഇത് ഭയങ്കര നാച്ചുറലായിട്ടൊരു ടിൻ്റാണ് തരുന്നത്. ബ്ലഷും നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം നിങ്ങൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചുമ്മാ ബ്ലഷൊക്കെ ഇട്ട് വെക്കുക. ബ്രഷ് ഇട്ട് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ബ്രഷോ സ്പഞ്ചോ നിങ്ങൾ ആദ്യമേ കൈ കൊണ്ട് ഇടാൻ നിൽക്കരുത് കേട്ടോ, അത് ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങൾ ബ്രഷോ സ്പഞ്ചോ ഇട്ട് കൊടുക്കുക. കുറച്ചെടുത്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഞാൻ മൂക്കിലും താടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലിപ്സ്റ്റിക്കാണ്. ഞാൻ ലിപ്പ് ലൈനറൊന്നും എടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ലിപ്സിൽ ലൈൻ പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് ഈവൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഈവൻ ആക്കി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ലിപ്പ് ലൈൻ ചെയ്യാം, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ,
അതിനുശേഷം എനിക്ക് ഭയങ്കര വാഷ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. അതെടുത്തിട്ട് അതിൻ്റെ ഇന്നറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡും അതുമായിട്ട് മാച്ചായി പോകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളിയാണ്. ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്, ഏതെങ്കിലും അല്ല, ആ ഒരു കാറ്റഗറി വരുന്ന ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് ഓർ ലിപ് ലൈനർ എടുത്തിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ലിപ്സ്റ്റിക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇതൊരിക്കലും ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും തന്നെ എൻ്റെ മേക്കപ്പ് ഫുൾ ഒലിച്ചാവും. അപ്പോൾ ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ എടുക്കുന്നുണ്ട്. എഗെയിൻ ഹുദ ബ്യൂട്ടിയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. അതെടുത്തിട്ട് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് അതിന് മുമ്പ് നല്ല ഷേക്ക് ചെയ്യണം കേട്ടോ. അതിലേക്ക് ഷേക്ക് ചെയ്തിട്ട് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് ഫേസ് ഫുള്ള് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ടിഷ്യൂ ഒന്നും ഇട്ട് തുടയ്ക്കരുത്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ലുക്ക്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗൈസ് ആർ എൻജോയ്ഡ് ദ വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.